ലൈഫ് തൊലച്ചത് എൻ്റെ പഠനം ഇല്ലാതാക്കിയത് എൻ്റെ പ്രണയം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എല്ലാം തൊലച്ചത് സിന്തറ്റിക്ക. അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ല ഞാൻ അവസാനം ഞാൻ കരഞ്ഞത് ആ സമയത്തായിരിക്കും. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എൻ്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലൈഫ് നമ്മളെ ഒന്നുമില്ലാതായി കളയും. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം ഇല്ലാതായി കളയും. എൻ്റെ ഒരു 19 വയസ്സിൽ ഞാൻ വിട്ടതാണ്. 20 വയസ്സിലൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ കോളേജ് സമയത്ത് ഞാൻ സിന്തറ്റിക്, കാരണം ഞാൻ ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഭീകരം എന്ന് വെച്ചാൽ തിന്നുന്ന പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ 19, 20, 21 കാരണം സിന്തറ്റിക്കും കൂടെ വന്നപ്പോഴാണ്, മദ്യവും സിന്തറ്റിക്കും കൂടെ ഉള്ള സമയത്തായിരുന്നു എനിക്ക് ഈ പറഞ്ഞ അച്ഛനായിട്ടുള്ള ഇതിൻ്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ. അല്ലെങ്കിൽ ശ്രീനിവാസനെ ഒരാൾ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കൂ, ഒരിക്കലും പറ്റില്ല. ഒരു മലയാളി ചെയ്യൂല, അല്ലെങ്കിൽ ഒരാൾക്കും പറ്റില്ല. സ്വന്തം മകൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട്. ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ ഒരു പിടുത്തമില്ല. പെട്ടെന്നുള്ളൊരു അഡ്രിനലിൻ റഷ്, എന്ത് പറയുന്നതെന്ന് അറിയില്ല, ഔട്ട് ബേസ്റ്റ് ഇതായിരുന്നു അന്നത്തെ. ഇന്ന് അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ല. കാരണം സിന്തറ്റിക് ഇറങ്ങി പോയില്ലെങ്കിൽ, ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും, ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ ഇതിലിങ്ങനെ റഷ് ഇടക്കിടക്ക് ഈ സാധനം. അപ്പം നമ്മളെ ഭയങ്കര സുപ്പീരിയോറിറ്റി സാധനം തീരും. നമ്മളെന്തോ സംഭവമാണെന്നുള്ളൊരു സാധനം ഒന്നുമില്ല. നമ്മൾ ഇത് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആ സിന്തറ്റിക് ഞാൻ 19 വയസ്സിന് കാണുമ്പോൾ അന്ന് കൊക്കൈനൊക്കെ ഉള്ളൂ. ഈ MDMA ഒക്കെ വളരെ ഇതാണ്. അപ്പം ഞാൻ 2020 കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സിന്തറ്റിക്കിൽ ഭീകരമായിട്ടുള്ള സിനിമ, മലയാള സിനിമയും ഓർഗാനിക് ഒന്നും ആർക്കും വേണ്ട. എനിക്ക് ആ വാക്ക്, എൻ്റെ പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്.